ഫെബ്രുവരി 14 പ്രണയത്തിന് വേണ്ടി ചിലർ പൂക്കൾ നൽകിയ അതേ ദിവസം മറ്റു ചിലർ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകി. സ്കിപ്പ് ചെയ്യാൻ വരട്ടെ. എടോ, ഞാനും നീയുമെല്ലാം ഇന്ന് വീട്ടിൽ സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണക്കാർ നമ്മുടെ രാജ്യം സംരക്ഷിക്കുന്ന സൈനികരാണ്. ഓർക്കുന്നില്ലേ ഇതുപോലത്തെ മറ്റൊരു ഫെബ്രുവരി 14 2019 ഫെബ്രുവരി 14 ഉച്ച കഴിഞ്ഞ് 3:15 മണിയോടെ ലീവ് കഴിഞ്ഞ് മടങ്ങുന്നവരടക്കം 2500ഓളം സൈനികർ സഞ്ചരിച്ച 75ഓളം ബസ്സുകൾ ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് സഞ്ചരിക്കുകയുണ്ടായി. ദേശീയപാത 44 വെച്ച് അനന്തപുരിക്കടുത്ത് വെച്ച് സ്ഫോടന വസ്തുക്കൾ നിറച്ച സ്കോർപിയോ വാൻ സൈനികർ സഞ്ചരിച്ച വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറുകയുണ്ടായി. 40ഓളം വരുന്ന സൈനികരുടെ ജീവനുകളാണ് അന്ന് നമുക്ക് നഷ്ടപ്പെട്ടത്. വെറും ജീവനുകളല്ല, രാജ്യം സംരക്ഷിക്കുന്ന 40ഓളം ജീവനുകൾ. സ്വന്തം ഫാമിലിയെയോ ഭാര്യയെയോ കുടുംബത്തെയോ മക്കളെയോ സംരക്ഷിക്കാൻ വേണ്ടിയല്ല രാജ്യത്തിന്റെ ബോർഡറുകളിൽ അവർ കാവൽ നിൽക്കുന്നത്. രാജ്യത്ത് ജീവിക്കുന്ന ഓരോരുത്തരുടെയും ജീവനുകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ 40 പേരുകൾ അന്ന് ബലിയാടാക്കപ്പെട്ടത്. ഇനിയും കാര്യഗൗരവം മനസ്സിലാകുന്നില്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഇപ്പോഴും നമ്മുടെ കൺദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞുപോവാത്ത വയനാട് ദുരന്തമൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അവശിഷ്ടങ്ങൾക്കുള്ളിൽ അകപ്പെട്ട മൃതദേഹങ്ങളെ പുറത്തെടുക്കണമെങ്കിൽ വലിയ കോൺക്രീറ്റ് കട്ടകളും മറ്റും പൊളിച്ചു മാറ്റിയെടുക്കണം. അത് വെറും മനുഷ്യകരങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്നതായിരുന്നില്ല. കമ്പിപ്പാരകളോ കോൺക്രീറ്റ് കട്ടറുകളോ മാത്രം പോരാ. JCBയും ഹിറ്റാച്ചിയും ഹൈഡ്രോളിക് ഉപകരണങ്ങളും പുഴ കടന്നെത്തണം. വൈദ്യുതി നിശ്ചലമായ മഴ കോരിപ്പെയ്ത അതേ രാത്രിയിൽ വെറും 24 മണിക്കൂറിനുള്ളിൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവനുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പണിതുയർന്ന ബെയിലി എന്ന നാമവിശേഷണത്തിൽ അറിയപ്പെട്ട പാലത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതുപോലെ ഒട്ടനവധി കഥകളും ചരിത്രങ്ങളും പറയാനുണ്ട്. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, രാജ്യത്തെ ഓരോരുത്തരുടെയും സംരക്ഷണത്തിന് വേണ്ടി നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന, വീരമൃത്യു വരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈനികർക്ക് വേണ്ടിയായിരിക്കട്ടെ ഓരോ ഫെബ്രുവരി 14. ഒരുപക്ഷെ ഓരോ ഫെബ്രുവരി 14 ഞാൻ പറയുന്ന ഓരോ വാക്കുകളും അതല്ലെങ്കിൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുമായിരിക്കാം വീരമൃത്യു മരിച്ചുപോയ നമ്മുടെ ജവാന്മാരുടെ ഫാമിലിക്ക് സമാധാനവും ആശ്വാസവും പകരുകയുള്ളൂ. ഇന്നും നമ്മുടെ മനസ്സുകൾക്കുള്ളിൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നാമാണ് അവർക്ക് മുന്നിൽ, അവരുടെ കുടുംബത്തിന് മുന്നിൽ തെളിയിക്കേണ്ടത്. ബിഗ് സല്യൂട്ട് അവർ ഇന്ത്യൻ ആർമി.